വൈകുന്നേരം സമയം വൈകുന്നേരമായി. നമ്മളിതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കൊറേ കടികളുണ്ടല്ലോ മണിക്കുട്ടാ, ഒരുപാട് കടികളുണ്ട്. എല്ലാം ബേക്കറി കടികളാട്ടാ. സത്യം, എല്ലാം ബേക്കറി കടികളാണ്. അപ്പൊ ഇന്ന് അമ്മ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. കുറച്ച് ദിവസമായി അച്ഛന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലായിട്ട്. അപ്പൊ ഇന്നിപ്പോ അമ്മ ഇന്നലെ രാത്രി ആടെ നിന്നെയാണ്. അപ്പൊ ഇന്ന് അമ്മ ഇങ്ങോട്ടേക്ക് വന്നു. കുളിയെല്ലാം കഴിഞ്ഞ് നല്ലൊരു ഉറക്കെല്ലാം കഴിഞ്ഞു അല്ലേ അമ്മേ? അമ്മ ഇന്നലെ ഞാനാ 2 ദിവസം ഉണ്ടായിരുന്നത്. അപ്പം മോനുണ്ടായിനാടാ. അപ്പൊ 2 ദിവസം നിൽക്കാറോ പറഞ്ഞു മോൻ. അപ്പൊ എന്നാ അമ്മ അച്ഛനെ പറ്റിയെന്ന് നമ്മ പറഞ്ഞേ? അച്ഛനൊരു 3-5 ദിവസമായി സുഖമില്ലാതെ. അപ്പോൾ ആസ്പത്രിയിൽ അഡ്മിറ്റായി. എന്നാണ് സൂക്കേട് വെച്ചാൽ വയറ് വീർത്ത് വരുന്നു. മുമ്പ് ഉണ്ടായിരുന്നു 1 കൊല്ലം അപ്പുറം. അത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കുറച്ച് സുഖമായിട്ട് വന്നു. ഇപ്പൊ ആദ്യം ഇങ്ങനെ വീർത്ത് വരുന്നു. അച്ഛന് അൾസർ ഉണ്ടായിരുന്നു. ഒന്ന് ലേശം ടെസ്റ്റ് ചെയ്യുമ്പോ ഒന്ന് അതിലൊരു ഇതുണ്ട്, ഒരു പുണ്ണിന്റെ കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ 2 കൂടി അതിന്റെ അപ്പുറം എൻഡോസ്കോപ്പി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം അതിപ്പോ ഇതായിട്ട് വന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു സ്തംഭനം വന്നു. ഭക്ഷണം ദഹിക്കാതെ പോലെ വന്നു. ഞാൻ രാത്രിന്റെ അമ്മ വിളിക്കുന്ന അച്ഛന് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് അതിന് വീട്ടിൽ നിന്നൊരു ചെറിയ ചുട്ടുവൈദ്യം ഞാൻ കൊടുത്തു, ചാക്കി കൊടുത്തു. എന്നാ പോട്ട്. അപ്പൊ അത് കുടിച്ച് കഴിഞ്ഞപാട് ഛർദിക്കരുത്. ഛർദിച്ചിട്ട് അതേപോലെ ബോള് പോലെ വയറ് പൊന്തി. അങ്ങോട്ടും പോകുന്നില്ല, മലവും പോകുന്നില്ല, മൂത്രവും പോകുന്നില്ല. ഛർദി ഒയക്കുന്നല്ലാതെ ഇങ്ങോട്ട് വരുന്നില്ല. ഒരു 12:45 1 മണിയാകുമ്പോൾ ഞാൻ മോനെ വിളിച്ചു. മോനെ അച്ഛന് നല്ലോണം ശ്വാസവും കിട്ടുന്നില്ല എന്നിട്ട് മോൻ വേഗം വന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. അവിടെ കെട്ടി. ഇപ്പൊ 5 ദിവസമായി. നാളെ പോവാന്ന് പറഞ്ഞു. നാളെ ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ട്, എക്സ്റേ. എന്നാ മോനെ സ്കാനിങ് ഉണ്ട്. സ്കാനിങ് ഉണ്ട്. അതും കൂടെ ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ചായ കുടിച്ചു കഴിഞ്ഞു. അത് അമ്മാമേന്റെ ചായ കഴിഞ്ഞിട്ടായിട്ട് അല്ലേ? ഇരുന്ന് കഴിക്കും. അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവര് രണ്ടാളും എന്തിന്റെ പിന്നെ സ്കൂള് പോണ്ടല്ലോ അല്ലേ? ഇന്ന് ലീവ്. രാവിലെ ഓൻ ഡാൻസിന്റെ ക്ലാസ്സിനെല്ലാം പോയിട്ട് വന്നു. അങ്ങനെയാണ് അമ്മേനെയും കൂട്ടിയിട്ട് നേരെ വന്നത്. ഒരു മഴക്കാറുണ്ടല്ലേ? കുറച്ചൊരു മഴ പെയ്തിട്ടുണ്ട്. എന്തേ മഴ പെയ്യാണ്ട് മണിക്കൂട്ടാ? അങ്ങനെയാ എന്നാണ് രാവിലെ സ്കൂൾ പോകുമ്പേ മഴ സ്കൂൾ പോവാനോ? സത്യാണ് കേട്ടോ. അത് ഞാൻ എപ്പം കാല് ഇവിടെ ചവിട്ടിയോ ചുറ്റും മഴ. പിന്നെ ആദ്യ പടപടാ പെയ്യും. പിന്നെ ബസ് കയറുമ്പോഴത്തേക്കില്ല അല്ലേ? പിന്നെ സ്കൂളിൽ ഇറങ്ങുമ്പോ ആദ്യം മഴ. അതെ, കൊടേനെ ഇങ്ങനെ നനപ്പിക്കണം. നിന്റെ സൈക്കിൾ ഇവൻ ഇതാക്കിയല്ലേ? സൈക്കിൾ ഓടിക്കുന്നുണ്ടാവും. എന്നാ അവസ്ഥ എന്ന് പറ. വാരി ബസ്സിന്റെ മറ്റേ സാധനല്ലേ, ഹാൻഡിലാ? സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗ് നോക്കി. ബസ്സിന്റെ സ്റ്റിയറിംഗ് ഇനി ഓടിച്ചു കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരണോ? ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നാന്നറിയ? ഇത് ഞാൻ ഇത് നോക്കുമ്പോ ഒരു ലുക്കില്ല, ഒരു മൊഞ്ചില്ല. ഇതിന്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് കളർ കൊടുത്തിയാണ്. മനസ്സിലായില്ലേ? അതിന്റെ ബാക്കിൽ അത് ഇങ്ങനെ തിരിച്ചു വെക്കണ്ടല്ലേ? അത് അടിഭാഗം വെക്കേണ്ട സാധനല്ലേ അത്? പിന്നെ എന്തിനാ കളർ അടിക്കുന്നത്? നീ നിന്നോന്റെ പേര് ഇതിന് എന്തിനാണ് കളർ അടിക്കുന്നത്? അത് ശരിക്കും നമ്മ ചട്ടീന്റെ അടിയിൽ വെക്കുന്നതാണേ. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാൻ അറിയാതെ. ഞാൻ നിങ്ങൾക്ക് ഇതില്ലേ, ഇത് ഞാൻ ഹലോ ഫ്രണ്ട്സ്. നീ ഇങ്ങനെല്ലാം കളർ അടിക്കുന്നുണ്ടോന്നല്ലേ? അത് കളഞ്ഞ പോ. ഞാൻ ഇവിടെ ഒന്ന് എഴുതട്ടെ. ഹലോ. ഇതെന്നാ വയ്ക്കല്? ഹലോ. ഹലോ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്ക്. ഹലോ. ഹലോ എങ്ങനെയാ എന്ത് പറയാ? ഹലോ ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ് എന്നാ പറയല്? ഹലോ. ഡീനെ എഴുതാനേ സലൂല്. ഹലോ ഫ്രണ്ട്സ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അയ്യോല്ല, എങ്ങനെയുണ്ട് സെറ്റപ്പ്?
അല്ല ഇത്രയും കാലം ഇത് അടിമറച്ചു വെക്കുന്നുണ്ടായി എന്നിട്ടാ ഞാൻ ഇനി കൊടുത്തിന്. നിങ്ങൾ ഓരോരോ സമയത്ത് ഓന്ത് നിറം മാറുന്നല്ലോ, നിങ്ങൾ ആട് മാറുന്നു. നീ എന്നാ അതിന്റെ ഇടക്ക് പോയിട്ട് പണിയെടുക്കുന്നത്? മേതുട്ടിനെ കാണുന്നില്ലേ? മേതുട്ടി നോക്കിയേ ഇന്ന് തീറ്റയോട് മിച്ചർ ജീവിതം. ഇനി മിച്ചർ കൊടുത്തേക്കല്ലേ, ഓള് വരുന്നുണ്ട്. ഇനി മിച്ചർ കൊടുക്കല്ല, മിച്ചർ ഒരുപാട് കഴിച്ചോളൂ. ഹലോ ഫ്രണ്ട്. എന്തേ ഒരു എസ് കൊടുക്കാടാ, സൈഡിലുണ്ടാവും. കൊടുക്കാലേ? കൊടുക്കട്ടെ കൊടുക്കട്ടെ. ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേറൊരു ഐറ്റം കാണിച്ചിട്ടേ മാറി ആടുന്ന് മാറി എന്നാ അറിയാം, കാണിച്ചു തരാം. പക്ഷേ അതിക്രമിക്കരുത്. അതിക്രമിക്കാനാ? അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെടോ. ഒന്ന് കാണിച്ചു തരാം, ഇപ്പൊ കാണിച്ചു തരാം. ഒന്ന് പറിച്ചു. വെയിറ്റ് ഫുള്ള് കാണണേ. മുട്ടി കളഞ്ഞു. ഓക്കെ അല്ലേ? തൊലി ചേർക്കാൻ പറ്റൂലേ? നീ ആ ചെറിയ ഇതിന്റെ ബുഷ് ഓറഞ്ചിന്റെ ഏറ്റവും ചെറുതാണ് മുള. ഇങ്ങനെ മുള വരുന്ന സാധനം ഇവൻ്റെ അടുത്ത് പൊട്ടിച്ചിട്ട് അതിനിപ്പോ ഇന്ന വലിയ കാര്യമില്ലത്. അല്ല കാണിച്ചെന്നില്ല, എനിക്കതിപ്പോ കഴിക്കാൻ തോന്നി, അതുകൊണ്ടല്ലേ നീ കഴിച്ചേ. എന്നാ പിന്നെ അതേപോലെ ഒരു കാര്യം ചെയ്യും, ബാ നമ്മൾ വേറൊരു കാര്യം കാണിച്ചല്ല. ബാ വൈകിടുന്ന് മുളക് പറിച്ച് നീ ഇതാക്കിയ മാട മണിക്കൂട്ടാ. ചലഞ്ചാ ചലഞ്ച്, 100 രൂപ ചലഞ്ച്. ചവച്ചാ മതി. ഓക്കെ, മണിക്കൂട്ടിന് ഒരു ചലഞ്ച് കൊടുത്തിരിക്കുകയാണ്. മേതുട്ടി ഉണ്ടാ? മേതുട്ടി നീ ഉണ്ടാ? പറ. തന്നില്ലെങ്കിൽ സ്വഭാവം മാറും. ഓക്കെ, ഫസ്റ്റ് 100 രൂപ എടുത്ത് ഇവിടെ വെക്ക്. 100 രൂപ തരും. കാര്യത്തിലാ പറഞ്ഞ, വിശ്വസിക്കാം. തണുത്തോളം കുടിക്കാൻ പറ്റില്ലേ? തണുത്തോളം കുടിക്കാം. മണിക്കൂട്ടിന് ഒരു ചലഞ്ച് കൊടുത്തിട്ടില്ലേ? അതായതാ മുളകുണ്ട്, ഇന്ന് മുളക് പഠിച്ച് കഴിക്കണമെന്നില്ല, ചവച്ച് ഇതാക്കണം എന്നില്ലേ. ഇത് ഒരുപാട് മുളകുണ്ട്. ഏത് നീ തന്നെ ഇഷ്ടപ്പെട്ട പറിക്കാം അല്ലേ മേതുട്ടി? മേതുട്ടി ഉണ്ടാ ചലഞ്ചിന്? ചലഞ്ച് മുളക് ചലഞ്ച്. മണിക്കൂട്ടിനതാ പെട്ടെന്നതാ മുളക് ചലഞ്ച്. മുളക് ചലഞ്ച് നല്ല സ്പൈസിയിലാണ്. അടുക്ക് ഊടായിപ്പില്ല. മുന്ന് മുളക് ചലഞ്ച്. 100 പേരാന്ന് പറഞ്ഞേ തന്നിട്ടെങ്കിലും ഉണ്ടല്ലോ അച്ഛാ, ഈ മുളക് ഞാൻ കണ്ണു തെറിപ്പിക്കും. ഓക്കെ ചവച്ച് ചേർക്കണേ. ഇതാ മണിക്കൂട് ഇറക്കിയ നീടി അങ്ങ് പോകുന്ന ഇങ്ങോട്ട് വാ. ഇല്ല ഒരു വർഷമല്ല, അത്ര ഇറക്കി. ഏതാ മുളക് ഇത്ര കഴിച്ചിന് ഇങ്ങോട്ടേ അവിടെ കേടി പോന്ന്. ഒരു മുളക് ഞാനൊന്ന് ചവച്ച് ഇറക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? ഇന്ന് 200 രൂപ ഒന്നും കൂടി കഴിച്ചാല്. ഓടിയിട്ട് ആള് ഉള്ളിലേക്ക് ഓടി. മേതിനോടാ ഒന്ന് താന്ന് മണിക്കൂട്ടി ചെയ്തിട്ട്. ഇല്ല ഓനൊന്നും ഇട്ടില്ല. ഓനത് 500 ഒരു മുളക് മൊത്താ. ഒരു മുളക് 500 രൂപ എന്തിനാ വയറ് കളി നിനക്ക്? അപ്പം നമ്മള് പറഞ്ഞ ചലഞ്ച് ഇവൻ അംഗീകരിച്ചിട്ട് ആയില്ല. പൈസ തരാ അടക്ക്. മേതുട്ടിയാണ് കൈമാറല്. അമ്മാമേന്റെ അടുക്കുന്ന 100 രൂപ എടുത്തിട്ടുണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക്. അമ്മാമക്ക് പിന്നെ തരും അത്. പ്രിയ എന്നോട് കൊറേ വന്നിട്ട് കച്ചറയാക്കിയല്ല. അപ്പം പക്ഷെ ഇവൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കൂട്ടാ. അത് നമ്മള് എന്താണ് ഇന്ന് ആയിട്ടില്ല. അത് നിറയട്ടെ, ഉള്ളൊന്നും അറിഞ്ഞിട്ടില്ല മേതുട്ടി. അപ്പൊ നമ്മുടെ 100 രൂപ മേതുട്ടി മുഖേന കൊടുക്കുന്നേ. മേതുട്ടി കൊടുക്ക്.
ഏതാ 100 രൂപക്ക് ഇപ്പൊ ഫുള്ള് സമ്മാനം മേടിക്കില്ല. എടിയെ പോന്ന് നോക്കട്ടെ. അതെ കണ്ടാ സോപ്പ് ഇടുന്നാണ്ടോ? സോപ്പ് പതക്കൂല. സോപ്പ് പതക്കാത്ത സോപ്പാണ്. 100 രൂപ വന്ന വരുന്ന ചെരുപ്പെല്ലാം എന്റെ ഉള്ളിലുണ്ടല്ലോ മണിക്കുട്ടന്റെ. നമ്മളെ വണ്ണാരപ്പെട്ടി നല്ല കനുണ്ട്. അത് മണിക്കുട്ടന്റെ മാത്രം അതിലെ വണ്ണാരപ്പെട്ടിയാണ് കേട്ടാ. അമ്മ അല്ലേ അമ്മാമ്മക്ക് വേറെ ഉണ്ട് പോലും. ആ മേതൂട്ടിന്റെയും അമ്മ പിന്നെ മേതൂട്ടി ഉണ്ട്. ഇതിലേക്ക് കൈമാറുകയാണ് ഞാൻ. എത്ര വർഷമായി ഇത്? 3 വർഷമായി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസയാണ്. ഇതേപോലെ ഇനിയുള്ള ചലഞ്ചുകൾക്ക് എന്നെ വിളിക്കുക. ഏടൊന്നും വിളിച്ചാൽ നീ പോവല്ലേ? കേരളത്തില് അങ്ങേറ്റം മുതൽ ഇന്ത്യ ആണോ കേരളാണോ? കേരളത്തിൽ കണ്ണൂർ ജില്ലയാണോ? ഹിന്ദിക്കാരെ വിളിക്കരുത്. എന്താണ് ലാംഗ്വേജ് പ്രശ്നം? എന്താണ് ഹിന്ദി പറയാൻ പറ്റില്ല? എനിക്കറിയാം. തുമാരാ നാം ക്യാ ഹേ? അതാ അങ്ങനെ 100 രൂപ മണിക്കുട്ടന്റെ ഭണ്ണാരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. മണിക്കുട്ടാ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമ്പോ അതിപ്പോ നോക്കട്ടെ. ഇന്ന ഫ്രീ എടുത്ത് ഓടിക്കോ. നല്ല കനമുണ്ട് കേട്ടാ. അമ്മ എന്തോ അതിന്റെ അടുക്കെന്ന് പറയുന്നുണ്ട്. നല്ല സ്വഭാവമാണ്. 10 പൈസ മക്കള് പുറത്ത് ചാടുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പഴേ അത് ഇതാ ഞങ്ങ അങ്ങോട്ട് സമ്പാദ്യ ശീലാക്കി മാറ്റണം. പിന്നെ ഞാനൊരു കോമഡി കണ്ടിട്ടേ. ഞാൻ അന്ന് കൊറേ വർഷം ഇന്ന് തോന്നുന്നു ഞാൻ എനിക്കൊരു വണ്ണാരപ്പെട്ടി ഉണ്ട്. ഞാൻ അതിലേക്ക് ഓരോരോ പൈസ ഇടലും എന്നിട്ട് ഇട്ടിട്ട് കൊറേ നിറഞ്ഞു. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ പൈസ കാണുന്നില്ല. എന്താ പറയാ സംഭവം? ഈ 100 റുപ്യ 500 റുപ്യയില് കുടുംബശ്രീക്ക് എടുത്തു. എന്നിട്ട് ഞാൻ ഒരു ദിവസം വണ്ണാരം കൊടുത്തു നോക്കുമ്പോ അമ്മ ഒന്നും വേണ്ടിട്ടാ ഞാൻ പോയി തപ്പുമ്പോണ്ട് 2 പീസായിട്ട് വണ്ണാരം. അതിന്റെ ഉള്ള ആകെ 1 റുപ്യ 2 റുപ്യന്റെ ഇതാറ്റെങ്കിലും ഞാനിതറിയില്ലല്ലോ. ഇത് നീ എന്നോട് പറഞ്ഞു ഇതുവരെ പറഞ്ഞില്ലല്ലോ മണിക്കൂട്ടാ. ഗൾഫിലുണ്ടാവുന്നത് നിങ്ങൾ ഇവിടെ ഹോട്ടലിൽ പണി. ഇത് കുടുംബശ്രീയിൽ പൈസ കിട്ടൂല. അന്നേരം കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ കേറിയിട്ടില്ല തോന്നുന്നു. അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വീർക്കലെടുത്ത് അതിന്റെ പൈസ കിട്ടും. അപ്പൊ ഞാൻ 10-20 റുപ്യന്റെ അടുത്ത് കൊടുക്കും. കുടുംബശ്രീ ഞാൻ ശേഖരിക്കുന്ന പൈസ. അപ്പൊ ഇവരെന്നാ നിങ്ങൾ ഈ പൈസ എടുത്തിട്ട് ഷീജയിലുമ്പോ കൊടുത്തിട്ട് എന്റെ ഇടത്തെ പൈസ നിങ്ങള് ഷീജയിലുമ്പോ എന്റെ ഒരു അമ്മ ഈടുന്ന് ഇങ്ങനെ നിന്റെ അമ്മ എന്താ പറയുന്നത്? ഈട് നിൽക്കുമ്പോ ഒരുപാട് നമ്മുടെ കുറുക്കുട്ടി എന്നാ പറയല്ലേ കേട്ടോ. നമ്മളെ ഏരിയയില് കുറുക്കുട്ടി ചപ്പ് കണ്ടുവേ. ആ കുറുക്കുട്ടി ചപ്പ് കണ്ട പാട് അമ്മ എന്നാ പറയുന്നറിയ ഇവിടെ പറഞ്ഞു കൊടുക്കുമെന്ന്. എന്നാ അമ്മ ആ കുറുക്കുട്ടി ചപ്പ് ചെയ്യേണ്ട അമ്മ? ഈ വാടിയിലാകുമ്പോ നമ്മള് കെട്ടണം. കെട്ടിയിട്ടാണ് ചക്കയപ്പാക്കല് കെട്ടി വെക്കണം. ഇതാവുമ്പോ എന്തുണ്ട് അറിയാ, പിന്നെ നല്ല ചക്കയപ്പത്തിന്റെ എല്ലാം കൂട്ടെല്ലാം കൂട്ടി വെച്ചായിട്ട് ഒരു 10 ചപ്പ് പറിച്ചിട്ട് അതിൽ വെച്ച് മടക്കിയിട്ട് ഇഡ്ലി പാത്രത്തിൽ അങ്ങ് വെക്കുക. പക്ഷെ നല്ല സ്വാദാണ്. പിന്നെ മുമ്പ് കാലങ്ങളിൽ നമ്മൾ ഈ കുറുക്കുട്ടി നമ്മളെ സ്കൂളാണ് 10-62 വയസ്സായി ഇപ്പൊ എനിക്ക്. സ്കൂളിൽ 4 വരെ പോയിട്ടുള്ളൂ. അപ്പൊ ഈ ഉപ്മാവ് തിന്നാൻ ഭയങ്കര ബെറിയാണ്. ആരൊരു തരി പായസം പോലെ ആക്കി വെക്കും, ഒരു മഞ്ഞപ്പൊടി. അത് കുടിക്കാൻ വേണ്ടി നമ്മ പാത്രം എടുക്കാനും ഇല എടുക്കാനും മറക്കും. അപ്പൊ നമ്മ ഒരു കൊങ്ങിനും വീടുണ്ട് നമുക്ക് സ്കൂളിൽ മുട്ടിയിട്ട്. അമ്മേന്റെ നാട് എന്ന് പറഞ്ഞാൽ നീലേശ്വരാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കാവ്യമാധവന്റെ അല്ലെ കാവ്യമാധവന്റെ വീടിന്റെ അടുത്ത് എന്നല്ല അമ്മ പറയുന്നത്. ഒറ്റടുത്താണ് തുണി ഷോപ്പാണ് അവരെ അച്ഛന്. അപ്പൊ നമ്മൾ ഈ ഇതിന് പോവും. എന്താ എന്നൊന്നും പറ്റില്ല. അപ്പൊ ഏതായാലും കൊങ്ങിനും വീട്ടിലെ കയ്യാലെ കയറി തുള്ളിയിട്ടാണ് ഈ കുറുക്കുട്ടി ചപ്പ് പറിക്കുക. പറിച്ചിട്ട് അത് സമാധാനായി. കൊടല് കരിയുന്നല്ലേ അന്നത്തെ കാലല്ലേ. കൊടല് കാണും. അപ്പൊ ഈ ഉപ്മാവ് വീലുമായി
രണ്ടുണ്ടാവും അപ്പെങ്കിലും ഈ പായസം തരി ഉണ്ടാവും അത് നല്ല രുചിയാണ്. വീട്ടിൽ നിന്ന് 2 മണി അതൊന്നും പഞ്ചസാര കിട്ടൂല 50-100 വാങ്ങുന്നത് അന്നേരം. എന്നാലും 2 മണി പഞ്ചസാര ഏറ്റി കള്ളാസ് പോയിട്ട് പോകുന്നതിന് ഈ പായസം വെച്ചതിൽ ഇടാൻ വേണ്ടിട്ട്. പക്ഷെ നല്ല ചൂടോടെ കുടിക്കാൻ എന്താ സ്വാദ് അറിയാ. ഇപ്പൊ ഉണ്ട് അത് എല്ലാം പാത്രങ്ങളിലേക്ക് മാറി. സ്കൂളില് ബിരിയാണി ഓരോ ദിവസം ഓരോരോ മെനു ആണ്. ഒരു ദിവസം സാമ്പാറാണെങ്കിൽ ഒരു ദിവസം പുളിശ്ശേരി, പിറ്റേ ദിവസം ബിരിയാണി, മുട്ട ബിരിയാണി. സ്കൂളെല്ലാം അംഗൻവാടിന്ന് അമ്മ ഒരുപാട് മുട്ട ബിരിയാണിയായി. ഇനി അവിയലാക്കി കൊടുക്കണം. അതെ, അങ്ങനെ ഒരുപാട് റെസിപ്പി പഠിക്കാലോ നമുക്ക്. മെനുവിനെ പഠിക്കാലോ. വീട്ടിലത്തേനേക്കാളും സുഖം സ്കൂളിൽ പോകുന്നതാണ്. നല്ല കറിയും ചോറും എല്ലാം കിട്ടാം. ശ്രീനാടിനെല്ലാം ഉണ്ടാവും പയറും കഞ്ഞിയല്ലേ. കടലയും പയറില്ല കഴുകിട്ട് കീശയിലിടും. അന്നേരം അത്രയുണ്ടാവും. ഒരു 10 മണി 12 മണി അത്രയും ഉണ്ടാവും. കീശയിലിടും. ആ കീശയിലിട്ടിട്ട് അത് ഓരോന്ന് പറക്കി മക്കളെ തിന്നും. നമുക്ക് പയറും കഞ്ഞിയുണ്ട്. മണിക്കൂട്ടിന് ഇന്ന് സാമ്പാറും മുട്ടിയല്ലാന്ന്. പിന്നെ അല്ലെ മണിക്കൂട്ടിന് വേറെന്തോ രോഗത്തിൽ എത്തിപ്പോയി. മണിക്കൂട്ടിന് ആ കഥയിൽ അതൊന്നും അറിയാ. മണിക്കൂട്ടിന് അമ്മാമ ഇങ്ങനെ കഥ പറയുമ്പോ അതിലേക്ക് ഇങ്ങനെ അതിലേക്കൊന്നും ഞാൻ പോയിച്ച ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ അതിലേക്കൊന്നും എനിക്ക് പോകേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. അച്ഛന്റെ കഥകൾ മോൻ അറിയണം. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. കുടുംബശ്രീയിലേക്ക് ഞാൻ ഒരു ഭാഗത്ത് മുറിക്കുന്നുണ്ട്, ഓൻ ഒരു ഭാഗത്ത് തിന്നുന്നുണ്ട്. അപ്പൊ നാളെ ആകുമ്പോഴത്തേക്കും വറവിനില്ലതാവൂല. നാളെ സ്കൂളിൽ കൊണ്ടുപോവാനല്ലേ വറവിന്റെ സാധനം മുറിക്കുക. ഞാൻ ഇപ്പുറത്ത് മുറിക്കുമ്പോ വാരി തിന്നേന്നില്ല. മേതൂട്ടി വന്നിട്ടില്ലല്ലോ അല്ലേ? മേതൂട്ടിന്റെ അടുത്തേക്ക് പോയി. കുളിക്കണമെന്ന് പറഞ്ഞിട്ട് ഓളിപ്പം പോയിട്ടുണ്ട്. ശരിക്കും കോവക്ക നമ്മളിവിടെ കോയക്കാന്ന് പറയും. കോയക്കാന്ന് പറയും. കോവക്കാന്ന് അല്ലേ ശരിക്കും പറയുമ്പോ എന്താ പറയാ, നമ്മള് പറയുന്നത് നമുക്ക് വരും. അത് ഇപ്പൊ ഈ പച്ച കഴിക്കുന്നേലു നാളെ വറുത്ത് കഴിഞ്ഞാൽ വറുത്ത് കഴിഞ്ഞാൽ ഇവൻ എന്തായാലും കഴിക്കൂല. അത് ഉറപ്പാണ്. ഇപ്പൊ പച്ച കഴിക്കുന്നേ നല്ലതന്നെപ്പാ. പക്ഷെ എന്താ മണിക്കൂട്ടാ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? എന്താ പണിക്കുന്നത് എന്നത് മണി ഉള്ളി എടുത്ത് കഴിക്കുന്നേ മതി. ടേസ്റ്റ് നാളത്തേക്കൊന്നുമില്ല. അപ്പൊ അതിനിടക്ക് നമ്മള് അമ്മേനെ കൊണ്ടാക്കാൻ പോയി, ഹോസ്പിറ്റലിൽ പോയി. അതെ, അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ട് പിന്നെ കുറച്ച് സാധനം മേടിക്കാനുണ്ടായിനെ. അപ്പൊ സാധനം എല്ലാം മേടിച്ച് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചാൽ മണിയോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓ മണിക്കൂട്ടിന് അതിന് നാളെ മുതൽ മണിക്കൂട്ടിന് എക്സാം ആണ്. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അവൻ എല്ലാം എഴുതി. എല്ലാം എഴുതിയത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സത്യസന്ധമാണ്. എല്ലാം എഴുതിയെന്നുള്ളത് അടിവരിയിട്ട് പറയുന്നു. വീണ്ടും എല്ലാം എഴുതി, കുറച്ച് തെറ്റുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നാളെ രാവിലെ എണീപ്പോനോട് എനിക്ക് ഉറക്കം വന്നു. ഞാൻ നാളെ രാവിലെ 5 മണിക്ക് എണീച്ച് പഠിച്ചോളാം. 5 മണിക്ക് എണീപ്പോ ഇല്ലയോന്ന് എനിക്കറിയില്ല. 5 മണി വന്ന് ജീവിതത്തിൽ മണി അപ്പ 5 മണി കാണുമല്ലോ വീട്ടിന് ബിരിയാണിയെല്ലാം കൂട്ടാൻ പോകുമ്പോ. അന്നല്ല അന്ന് തന്നെ ഫുട്ബോളിന്റെ കോച്ചിങ്ങിന് പോയില്ലേ? ഓ അത് പണ്ട് എത്ര ചെറുപ്പത്തില് 2 ദിവസം ഭയങ്കര ഇഷ്ടമുണ്ടായിന് ഫുട്ബോളിന്റെ കോച്ച്. രാവിലെ എണീക്കലായി ആക്കലായി പിടിക്കലായി. പിന്നെ മുതൽ ഇത് എണീപ്പിക്കണം, ഓന്റെ സോക്സ് ഇട്ട് കൊടുക്കല്, ഷൂ ഇട്ടു. ലാസ്റ്റ് എനക്ക് മതിയായി. ഞാൻ പറഞ്ഞ പോടെ എന്റെ ഫുട്ബോൾ പിന്നെ നിർത്തിയോ ഫുട്ബോൾ. പരിപാടി പ്രിയ ഇത് വേണം അമ്മ എന്നെ തിന്നു. ലാസ്റ്റ് മതി മണി. പിന്നെ വെറുക്കാൻ വേണ്ടിട്ട് ലാസ്റ്റ് 2 എടുത്തിട്ടു. സീനാന്റെ ഇഷ്ടം ഇത് പച്ച. ഞാനങ്ങനെ പച്ച കഴിക്കില്ല. എനക്കും ഇഷ്ടമല്ല പച്ച. ഭർത്താലും ഇഷ്ടമല്ല ഒന്ന് സീനാടിന്. അപ്പൊ ഏതായാലും ഞാൻ ഇതെല്ലാം മുറിച്ച് നോക്കട്ട്. മീരൂട്ടി കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ വലിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ. ബൈ ബൈ. കത്തി കൊണ്ടിട്ടാ ബൈ പറയുന്നു. ബൈ ബൈ.